നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴും എന്നോട് കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നതാണ് ആനുകാലിക വിഷയങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം നൽകി ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി എപ്പോഴും എല്ലാവരും പറയുന്നതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇനി വരുന്ന എല്ലാ പരീക്ഷകളിലും റാങ്ക് നിർണയ ഘടകമായിട്ട് വരാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. LDC മെയിൻസ് പരീക്ഷയ്ക്ക് 20 മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ നോർമലായിട്ട് എല്ലാ GK ചോദ്യങ്ങളും പഠിക്കുന്നതിലും ഉപരി ഇപ്രാവശ്യത്തെ പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻനിരയിലേക്ക് എത്തുന്ന ആൾക്കാർ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കിയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും മുൻനിരയിലേക്ക് എത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെ ഇപ്പം തിയറി ആയിട്ട് പഠിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റും ചെയ്യണം. അതിനുവേണ്ടി എങ്ങനെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്വിക്കായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ ചോദ്യോത്തര രൂപത്തിൽ തന്നെ പഠിച്ചു പോയാലേ പറ്റത്തുള്ളൂ. അതും MCQ രൂപത്തിൽ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ രൂപത്തിലാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയേക്കാളും 4 ഓപ്ഷൻ തന്നിട്ട് നമ്മളൊരു ടെസ്റ്റായിട്ട് എഴുതി നോക്കാം. അല്ലെങ്കിൽ അതിൻ്റെ താഴെ തന്നെ ഉത്തരം വരുന്ന രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി 2019, 2020, 2021 ഈ 3 വർഷങ്ങളിലെയും ഏറ്റവും പ്രധാന സംഭവങ്ങൾ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബുക്കാണ് ദിശ PSC അക്കാഡമി പുറത്തിറക്കിയ ഈ കറണ്ട് അഫയേഴ്സിന്റെ ബുക്ക്. അപ്പോൾ ദിശ പബ്ലിക്കേഷൻസിന്റെ ബുക്കാണ്. ഇതിൽ 2019 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, 2020 കംപ്ലീറ്റ് ആയിട്ട് 2021 ഓഗസ്റ്റ് വരെയുള്ള സംഭവങ്ങൾ. അപ്പം ഫുള്ളി നമ്മുടെ എക്സാമിന് വേണ്ടി ഇനി വരാനിരിക്കുന്ന LDC മെയിൻസ്, LGS മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ്, +2 മെയിൻസ് മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തര രൂപത്തിൽ, തിയറി ആയിട്ടല്ല ചോദ്യോത്തര രൂപത്തിൽ തന്നിരിക്കുന്ന ബുക്കാണ് ഈ ബുക്ക്. 3600-ൽ പരം ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇവർ കറണ്ട് അഫയേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു. അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ MCQ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. കൊറോണ വൈറസ്, അതുപോലെ നമ്മുടെ LDC മെയിൻസിന്റെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്, ഭേദഗതികൾ, ഇതെല്ലാം ടോപ്പിക് ആയിട്ട് നമ്മളിപ്പം സാധാരണ ഒരു ബുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എവിടെയായിരിക്കും ചോദ്യങ്ങൾ കാണുക. അങ്ങനെയല്ല, ഓരോ ടോപ്പിക്കിന്റെ കീഴിൽ ആ ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബുക്ക് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 3600-ലധികം ചോദ്യങ്ങളുണ്ട്. ദിവസം ഒരു 200-ഓ 250-ഓ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ തന്നെ ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 300 ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ തന്നെ ഒരു 15 ദിവസം കൊണ്ട് തന്നെ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഇൻഡെക്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. ഇതാണ് ബുക്കിന്റെ ഇൻഡെക്സ്. ഇതില് കേരളത്തിനെ ഡിവൈഡ് ചെയ്ത് സാഹിത്യ പുരസ്കാരം, മറ്റു പുരസ്കാരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും ഇതുപോലെ പുരസ്കാരങ്ങൾ, കേന്ദ്ര മന്ത്രിസഭ. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് പ്രധാന പദവികളിൽ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശാസ്ത്ര സാങ്കേതിക രംഗം, ബഹിരാകാശ പര്യവേഷണം, കമ്മീഷനുകൾ മുതലായ ഡിഫറെന്റ് ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൊറോണ വൈറസ്, ലോകം, ഇന്ത്യ, കേരളം, സൈനിക അഭ്യാസങ്ങൾ, ബ്രാൻഡ് അംബാസിഡർമാർ, പുതിയ നിർമ്മിതികൾ. പിന്നെ നമ്മുടെ സാധാരണ ബുക്കുകളിലൊന്നും കാണാതെ ദിനങ്ങൾ, വർഷങ്ങൾ, പ്രത്യേകതകൾ, അത് ഈ ഒരു ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. രാജ്യാന്തര ചലച്ചിത്ര മേളകൾ, കായികം സെപ്പറേറ്റ് ആയിട്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ, മറ്റ് കായിക ഇനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ടോക്കിയോ ഒളിമ്പിക്സ് അടക്കമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവർ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മള് സാഹിത്യ പുരസ്കാരം, ആദ്യത്തെ ടോപ്പിക് സാഹിത്യ പുരസ്കാരമാണ്. സാഹിത്യ പുരസ്കാരത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ, അതായത് MCQ രീതിയിലാണ് 4 ഓപ്ഷൻ തന്നിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ പേജിന്റെയും അവസാനം ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരവും കൊടുത്തിരിക്കും. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക് ആയിട്ടാണ് ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. പ്രധാന പദവികൾ, ഇന്ത്യക്കാർ. ഫോർ എക്സാമ്പിൾ, അമേരിക്കൻ COVID-19 റെസ്പോൺസ് ടീമിന്റെ ടെസ്റ്റിംഗ് ഉപദേശകനായി ഇന്ത്യൻ വംശജൻ ആര്? അങ്ങനെ ഓരോ ചോദ്യവും MCQ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉത്തരങ്ങൾ അതിന്റെ താഴെ തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു ബുക്ക് ഇങ്ങനെ ഈ MCQ രീതിയിൽ കൊടുത്തേക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ആനുകാലിക വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരെയും ഇല്ലാത്തവരെയും ഒരുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ പരിശീലിച്ച് ഉയർന്ന മാർക്ക് നേടാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനത്തെ രീതിയിൽ അവർ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ബുക്കിലെ കണ്ടന്റ്സ് വരുന്നത്. അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ബുക്കിന്റെ പ്രൈസ് 230 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് 160 രൂപയ്ക്ക് ഈ ബുക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ നേരിട്ട് വിളിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ദിശ പബ്ലിക്കേഷനെ നേരിട്ട് വിളിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 160 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ബുക്ക് അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ ആ സമയത്ത് ഈ ഡിസ്കൗണ്ട് കിട്ടത്തില്ല. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്. 160 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബുക്ക് കിട്ടുന്നതാണ്. പ്രൈസ് വളരെ തുച്ഛമാണ് ഞാൻ നോക്കിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ 10-15 ദിവസം കൊണ്ട് തന്നെ ടോപ്പിക്ക് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. ഇതുവരെ പഠിക്കാത്ത ആൾക്കാർക്കും കറണ്ട് അഫയേഴ്സിൽ അധികം പരിജ്ഞാനം ഇല്ലാത്ത ആൾക്കാർക്കും കൂടി മുൻനിരയിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു ബുക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇൻഡെക്സ് കണ്ടപ്പോൾ തന്നെ ഇതിന്റെ കണ്ടന്റ്സിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ദിശ പബ്ലിക്കേഷന് നമ്മൾ സാധാരണ കറണ്ട് അഫയേഴ്സിന്റെ മാനുവൽ ഉണ്ടല്ലോ, അതായത് അതിന്റെ പോർഷൻസ് അടക്കം അതിന്റെ കണ്ടന്റ്സ് അടക്കമുള്ള മാനുവലും അവരുടെ ഉണ്ട്. അപ്പോൾ ഈ ബുക്കും ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് MCQ ചോദ്യോത്തര രൂപത്തിലാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ്സ് ആണ്, ഫുള്ളായിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് കണ്ടന്റ്സ് ഉള്ള സാധാരണ നമ്മൾ വാങ്ങുന്ന പോലത്തെ ബുക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് ദിശ പബ്ലിക്കേഷൻ രണ്ടും വാങ്ങണമെങ്കിൽ വാങ്ങാം. ഈ ബുക്കിന്റെ പ്രൈസ് വന്നിട്ട് 130 രൂപയാണ്. അപ്പോൾ ഈ MCQന്റെ ബുക്ക് 160 രൂപയാണ്. അപ്പോൾ ഈ രണ്ട് ബുക്കും വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്